വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ വിശ്വസ്തയോടെ നമ്മെ ഓരോ ദിനങ്ങളിലും നടത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ ദിനവും ഏൽപ്പിച്ച് പ്രതീക്ഷയോടും പ്രത്യാശയോടും കർത്താവിൽ ആശ്രയിക്കാം. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ദൈവത്തിന്റെ വചനത്തിൽ ആധികാരികമായി വളരെ വ്യക്തമായി ശക്തമായി പറഞ്ഞിരിക്കുക, നമ്മുടെ പ്രവർത്തികളെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. നാം എപ്രകാരമായിരിക്കുന്നുവോ, നാം എപ്രകാരം പ്രവർത്തിക്കുന്നുവോ, എപ്രകാരം നടക്കുന്നുവോ, അതിന് തക്കവണ്ണം നമ്മുടെ ഉദ്ദേശങ്ങൾ സാധ്യമാക്കി തീരും. ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ പ്രമാണപ്രകാരം നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ നിഷ്ഫലമാകുകയില്ല. വിശ്വസ്തരെ മാനിക്കുന്ന ഒരു ദൈവം, സ്നേഹിക്കുന്നവരെ കരം പിടിച്ചു നടത്തുന്ന ഒരു സ്വർഗം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട് നമുക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ലജ്ജിക്കുവാൻ സംഗതി വരികയില്ല. വിശ്വസ്തനായ ആ വലിയ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് ചേർന്ന് പറയാം: ഞാൻ എന്നെയും ഞങ്ങൾക്കുള്ള സകലത്തെയും സമർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ അതോടൊപ്പം കൂടെ ഉണ്ടാകുന്ന എല്ലാ പ്രവർത്തികളും കർത്താവിനായി സമർപ്പിക്കപ്പെടുന്നു. അങ്ങനെ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നടത്തി തരുവാൻ സർവശക്തനായ ദൈവം പ്രാപ്തരാകിയാൽ ആ ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ.